നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലിനെ പൂട്ടിയിട്ട് SFI പ്രവർത്തകർ. ഓഫീസിൽ ചൊവ്വാഴ്ചയാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഓഫീസിലേക്ക് ചൊവ്വാഴ്ച എത്തിയ 5 അംഗ SFI സംഘമാണ് പ്രിൻസിപ്പൽ SD ഷീജയെ പൂട്ടിയിട്ടത്. സ്കൂൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരത്തിൽ പ്രിൻസിപ്പലിനെ പൂട്ടിയിടുന്ന തരത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പോലീസ് എത്തിയാണ് ഒടുവിൽ പൂട്ട് തകർത്ത് പ്രിൻസിപ്പലിനെ ഈ ഒരു മുറിയിൽ നിന്ന് പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായത്. നിരീക്ഷണ ക്യാമറകൾ തകരാറിലാക്കിയ സംഘം ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ കൊണ്ടുപോയി എന്നതടക്കമുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 SFI പ്രവർത്തകർക്കെതിരെ കിളിമാനൂർ പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. +1 ക്ലാസ് പ്രതിനിധി സ്ഥാനത്തേക്ക് 2 വിദ്യാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ പത്രിക ന്യൂനതകൾ ഉള്ളതുകൊണ്ട് തന്നെ തള്ളുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് മറ്റേ വിദ്യാർത്ഥി ക്ലാസ് പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപനവും വന്നു. തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഈ വിദ്യാർത്ഥിയോട് ഒരു സംഘം ആവശ്യപ്പെട്ടു. പക്ഷേ അതറിഞ്ഞ് മറ്റൊരു സംഘം വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയെ മുതിർന്ന വിദ്യാർത്ഥികളുടെ സംഘം ഭീഷണിപ്പെടുത്തിയതായി പ്രിൻസിപ്പലിനെ ഒരാൾ അറിയിക്കുകയും ചെയ്തു. കുട്ടി രക്ഷിതാവുമായി എത്തി പരാതി നൽകിയാൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത്. പക്ഷേ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയും കൂട്ടി സ്കൂൾ വിദ്യാർത്ഥികളല്ലാത്ത 5 പേർ പ്രിൻസിപ്പലിനെ കാണാൻ എത്തുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ പരാതി നൽകുകയും ചെയ്തു. രക്ഷിതാവുമായി എത്തി പരാതി നൽകിയാൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പ്രിൻസിപ്പൽ അവരെ അറിയിച്ചു. തുടർന്ന് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ വിവരം അറിയിക്കുകയും ചെയ്തു. രക്ഷിതാവും ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കുട്ടിയുടെ രക്ഷിതാവും സ്കൂളിലെത്തുന്നു. തൻ്റെ മകനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പരാതികളൊന്നുമില്ലെന്നും രക്ഷിതാവ് പ്രിൻസിപ്പലിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഈ കത്ത് പ്രിൻസിപ്പൽ തൻ്റെ ഫയലിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിനുശേഷം നേരത്തെ വിദ്യാർത്ഥിയുമായി പരാതി നൽകാനെത്തിയ 5 പേർ പിന്നാലെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് മുറിയിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ പരാതിയിൽ നടപടി എന്തായി എന്ന് ഇവർ ചോദിച്ചു. രക്ഷിതാവ് വന്നിരുന്നു, അവർക്ക് പരാതിയൊന്നുമില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രിൻസിപ്പലിൻ്റെ മറുപടി. എന്നാൽ വിദ്യാർത്ഥിയുടെ പരാതിയിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം സംഘം പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെടുകയായിരുന്നു. പ്രിൻസിപ്പൽ നൽകിയ മറുപടി, അതായത് ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്ക് പരാതിയൊന്നുമില്ല എന്ന ആ ഒരു കാര്യത്തെ അംഗീകരിക്കാൻ ഈ 5 അംഗ സംഘം തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു ആരോപണമൊക്കെ ശക്തമാകുന്നത്. മുറി വിട്ടു പോകണമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ഇവരോട്, പക്ഷേ അവർ അത് കൂട്ടാക്കിയില്ല. ഉച്ചഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി പ്രിൻസിപ്പൽ പുറത്തിറങ്ങി. അതിനുശേഷം മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ നിരീക്ഷണ സംവിധാനം ഓഫാക്കിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഫയൽ പരിശോധിച്ചപ്പോൾ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് നൽകിയ കത്തുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ കാണാതായി എന്നും പ്രിൻസിപ്പൽ പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ പുറത്തിറങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ ഓഫീസ് മുറി ഉൾപ്പെടുന്ന ഭാഗത്തു നിന്നും പുറത്തേക്കുള്ള ഗ്രില്ല് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെയാണ് തന്നെ പൂട്ടിയിട്ടിട്ടാണ് അവർ പോയത് എന്ന വിവരം പ്രിൻസിപ്പൽ മനസ്സിലാക്കുന്നത്. തുടർന്ന് സ്കൂൾ അധികൃതർ അടക്കമുള്ളവർ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി ഒടുവിൽ ചുറ്റിക ഉപയോഗിച്ച് പൂട്ട് അടിച്ചു പൊട്ടിച്ചാണ് പ്രിൻസിപ്പലിനെ പുറത്തിറക്കിയത്. SFI പ്രവർത്തകരായ അഫ്സൽ, ഫാത്തിമ, ഹിസാന എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റ് 3 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ്. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഇത്തരത്തിൽ പ്രിൻസിപ്പലിനെ സ്കൂളിൽ പൂട്ടിയിടുന്ന തരത്തിലേക്ക് നയിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിന്ന വിദ്യാർത്ഥിയെ KSU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചുവെന്ന ആരോപണമാണ് SFI പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് SFI പ്രവർത്തകർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിച്ചതിൽ ആർക്കും പരാതിയില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പ്രിൻസിപ്പൽ വിഷയത്തിൽ നടപടിയെടുക്കാതിരുന്നത്. എന്തായാലും കിളിമാനൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ട് പ്രിൻസിപ്പലിനെ മോചിപ്പിച്ചു. സ്കൂളിലെ SFI യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന അഫ്സൽ, ഫാത്തിമ, ഹിസാന എന്നീ വിദ്യാർത്ഥികൾക്കും മറ്റ് 3 SFI പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തു. എന്തായാലും SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പലിനെ പൂട്ടിയിടുന്ന തരത്തിലേക്ക് നിരീക്ഷണ സംവിധാനമൊക്കെ ഓഫ് ചെയ്ത് വച്ച ശേഷം ആ പരാതിയില്ലെന്ന് രക്ഷിതാക്കൾ നൽകിയ ആ ഒരു പേപ്പറെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പ്രിൻസിപ്പലിനെ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ളൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഇന്ന് ഓഗസ്റ്റ് 14 ഇന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൻ്റെ ആ ഒരു നിർദ്ദേശം
കടുത്ത നിലപാടുമായി KSU SFI കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. SFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഗവർണറുടെയും അതുപോലെ തന്നെ കേരള VCയുടെയും കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഗവർണർ ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിരോധമുയർത്തി സർക്കാരും വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ സർവകലാശാലയിൽ ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. നിർദ്ദേശം പാലിക്കരുതെന്ന് കോളേജുകൾക്കും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. പരിപാടി നടത്തിയാൽ തടയുമെന്ന് SFIയും KSUവും പ്രഖ്യാപിച്ചു. വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനെ ചൊല്ലി ഗവർണറും കേരള സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കെ തമിഴ്നാട് ഗവർണറും സമാനമായ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നുവെന്നതും ഏറെ ശ്രദ്ധേയം. ഇന്ന് ക്യാമ്പസുകളിൽ പരിപാടികൾ നടത്തണമെന്ന് ഓർമ്മിപ്പിച്ച് VCമാർക്ക് വീണ്ടും ഗവർണർ കത്തയച്ചു. മാത്രമല്ല, ഒരു പരിപാടി നടത്തരുതെന്ന് സർക്കാരിൻ്റെ കർശന നിർദ്ദേശമുണ്ട്. ആരുടെ നിർദ്ദേശം പാലിക്കും, ആരുടെ നിർദ്ദേശം പാലിക്കരുതെന്ന ഒരു അങ്കലാപ്പിലാണിപ്പോൾ സ്കൂൾ കോളേജ് അധികൃതരൊക്കെ ആയിരിക്കുന്നത്. മാത്രമല്ല ABVP വിഭജന ഭീതി ദിനം ആചരിക്കുകയും ചെയ്തു. എന്തായാലും അത് ആചരിക്കാൻ അനുവദിക്കില്ലെന്ന് SFIയും KSUയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിഭജന ഭീതി ദിനം വിവാദമായതോടെ സർവകലാശാലകളും കോളേജുകളിലും ആകെ ആശയക്കുഴപ്പമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഗവർണറുടെ നീക്കം സംഘപരിവാർ അജണ്ട എന്ന നിലയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴും രാജ്ഭവന് വിട്ടുവീഴ്ചയൊന്നുമില്ല. പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന മുൻ നിർദ്ദേശം ഓർമ്മിപ്പിച്ചുള്ള പുതിയ കത്തിൽ പരിപാടി നടത്താൻ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് കൂടി VCമാരോട് ഗവർണർ ആവശ്യപ്പെട്ടു. രാജ്ഭവൻ നിർദ്ദേശം പാലിക്കരുതെന്നാണ് സർക്കാർ കർശന നിർദ്ദേശം നൽകിയത്. പക്ഷേ ഗവർണറുമായി അടുപ്പമുള്ള വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കുന്ന KTU, കേരള, കണ്ണൂർ VCമാർ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് കൈമാറി. KTUവിൽ നാടകം, സെമിനാറുകൾ അടക്കം സംഘടിപ്പിക്കണമെന്നാണ് പ്രിൻസിപ്പൽമാരോട് ആവശ്യപ്പെട്ടത്. നിർദ്ദേശത്തിനെതിരെ കേരളയിൽ SFI ഗവർണറുടെയും VCയുടെയും കോലം കത്തിക്കുകയുണ്ടായി. കണ്ണൂരിൽ VC പങ്കെടുത്ത ചടങ്ങിൽ ഭരണഘടനയുടെ പകർപ്പുമായി SFI പ്രതിഷേധിച്ചു. ഗവർണർമാരുടെ നീക്കത്തിനു പുറമെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കാൻ കേന്ദ്ര സർക്കാരും ആഹ്വാനം നൽകിയിരുന്നു. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടമായവരെയും സ്വന്തം രാജ്യത്ത് നിന്ന് പിഴുതെറിയപ്പെട്ടവരെയും അനുസ്മരിക്കുന്നതിനായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭജന ഭീതി ദിനം പ്രഖ്യാപിച്ചത്. വിവിധ സംസ്ഥാന സർക്കാരുകൾ എതിർപ്പ് അറിയിച്ചു. പക്ഷേ ദിനാചരണവുമായി മുന്നോട്ട് പോവുകയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ.